ഹലോ ഐ ആം കിക്ക്. അപ്പോൾ കണ്ണടിച്ചാരും തുറക്കണ്ട, ഇത് ഒറിജിനൽ ഡെഡ് വരും, പിന്നെ ഫേക്ക് ഡാമേജിങ് ആണല്ലോ, ഒക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, എങ്ങനെയുണ്ട് ഇൻട്രോ എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്ത് കേട്ടാ. ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല പറയാം. അപ്പോൾ പിന്നെ എങ്ങനെ വർക്ക് ആവുക, പിന്നെ ഫേക്ക് ഡാമേജ് കാരണം നമ്മൾ എങ്ങനെ ഫിക്സ് ആക്കാം, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇത്രയും നല്ലൊരു ഫയൽ എന്തുകൊണ്ടാണ് തീർച്ചയായും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ആയിട്ട് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാത്തവരാണ് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ പ്ലീസ്. പിന്നെ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ 2 ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കാം. നമ്മളെ ചങ്ക് മച്ചാമാരാണ്. ഒപ്പം നമ്മുടെ സെക്കൻഡ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഒട്ടും ലാഗ് അടിപ്പിക്കാതെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിന് മെയിനായിട്ട് കാര്യം വെച്ചാൽ ഈ ഫയൽ നിങ്ങൾ യൂസ് ആക്കേണ്ടത് നിങ്ങളുടെ ടീംമേറ്റിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും അറിയാൻ ഒരു വഴിയില്ല. കാരണം ഇത് 96% ഹെഡ് ഷോട്ടിലോട്ടാകുമ്പോൾ പോവാം. ഞാൻ അറിയാത്ത ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഫയർ ബട്ടൺ അടിയിലോട്ടാണ് ഡ്രാഗ് ചെയ്യുന്നത് വെച്ചാൽ ഉറപ്പായിട്ട് ഹെഡ് കയറത്തില്ല, ഒക്കെ ബോഡിയിലോട്ടാവും. നിങ്ങൾ ഫയർ ബട്ടൺ നേരെയോ അല്ലെങ്കിൽ ഇച്ചിരി ഡ്രാഗ് ചെയ്തോ ഉറപ്പായിട്ട് ഹെഡും കയറും. മനസ്സിലാവും? അതൊരു ട്രിക്കാണ്, നമ്മൾ ഫയൽ യൂസേഴ്സിന് ഉള്ള ട്രിക്ക്. ഓക്കെ, പിന്നെ ഇതെങ്ങനെ വർക്കാവുക, പിന്നെ ഫേക്ക് ഡാമേജ് കാരണം നമ്മളെങ്ങനെ ഫിക്സ് ആക്കുന്നത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം കാണാൻ ശ്രമിക്കാം. പിന്നെ സെറ്റപ്പ് നിങ്ങൾക്ക് അറിയുന്നതാ വെച്ച് നിങ്ങൾ ചെയ്യണ്ട, ഇത് വേറെ സെറ്റപ്പാട്ടോ, അതൊന്ന് ചിന്തിച്ചേക്കാം. പിന്നെ ഇത്ര നേരം കണ്ടിട്ടും വീഡിയോക്ക് ലൈക്ക് അടിച്ചില്ലെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. അപ്പോൾ തൊട്ട് ലാഗ് അടിക്കാതെ സെറ്റപ്പിലോട്ട് പോവാം. അതൊന്ന് സാർച്ച് വരുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ആപ്പിക്കേം പിന്നെ സിപ്പും ഇങ്ങനെ എടുത്തേക്കാം. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഇത് നോർമൽ എഫിലോ ഫ്രീ ഫയർ മാക്സിലോ ഒരിക്കലും വർക്കാവില്ല. നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ച ഗ്ലോബൽ എഫിൽ മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ 2ന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡയറക്റ്റ് ഗ്ലോബൽ എഫ് ഓപ്പൺ ചെയ്തേക്കാം. അപ്പോൾ സെറ്റപ്പും കാര്യങ്ങൾ തെറ്റിക്കാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ അപ്ഡേറ്റ് വരും, നമ്മൾ ഓൾറെഡി ചെയ്യാത്തതുകൊണ്ടാണ് അപ്ഡേറ്റിംഗ് കാര്യം വരാത്തത്. അപ്പോൾ പിന്നെ നമ്മൾ ഇത് നമ്മൾ ലോഗിൻ ആക്കുമ്പോൾ ചിലർക്ക് പ്രോബ്ലം വരാറുണ്ട്. അതിന് നമ്മൾ VPN യൂസ് ആക്കിയാൽ മതി. ഏതെങ്കിലും ടർബോ VPN വേറെ ഏതെങ്കിലും നല്ലൊരു VPN ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്താൽ അപ്പോൾ കിട്ടും. എന്നിട്ട് നമ്മൾ ട്രെയിനിങ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാം. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ക്ലാഷ് കോഡോ ഏതെങ്കിലും മോഡ്സ് സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതുപോലെ 2 റൗണ്ട് ഓടിയിട്ട് ബാക്ക് അടിച്ചേക്കാം. ബാക്ക് അടിച്ചിട്ട് നമ്മൾ ജാർച്ചോടെ തന്നെ വരിക. ജാർച്ചോടത്തിന് വന്നിട്ട് നമ്മൾ എസ്റ്റാറ്റ് ഹെറർ ക്ലിക്ക് ചെയ്യുക. സിപ്പ് എസ്റ്റാറ്റ് ഹെറർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പാസ്വേഡ് വരും. നമ്മൾ 9K ഫാമിലോട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഗോ 9K ഫാം എന്നാണ് പാസ്വേഡ്. അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തേക്കാം. അപ്പോൾ അടിച്ചു കൊടുത്തേക്കട്ടോ. ഗോ 9K ഫാം അടിച്ചു കൊടുത്തേക്കാം. എന്നിട്ട് അവിടെ 2 ഫോൾഡർ വന്നാൽ ഞങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് അതിൽ ഫയൽസ് എന്ന് ഫോൾഡർ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്തേക്കാം. എന്നിട്ട് നമ്മുടെ ഡിവൈസ് സ്റ്റോറേജ് ആൻഡ്രോയിഡ് ഡാറ്റ സ്പീഡ് ഉണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണാൻ ശ്രമിക്കുക. എന്നിട്ട് കോം ഡീറ്റെയിൽസ് ഫ്രീ ഫയറിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമ്മൾ ചിലർക്ക് ഇവിടെ റീപ്ലേസ് ആകും വരിക. അപ്പോൾ റീപ്ലേസ് കൊടുത്താൽ മതി. ഡിവൈസ് സ്റ്റോറേജിക്ക് വന്നിട്ട് നമ്മൾ അവിടെ തന്നെ വന്നിട്ട് കോൺഫിഗ് എന്ന ഫോൾഡർ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ ഡിവൈസ് സ്റ്റോറേജ് ആൻഡ്രോയിഡ് ഡാറ്റ കോം ഡീറ്റെയിൽസ് ഫ്രീ ഫയറിൽ ഫയൽസിൽ കണ്ടന്റ് ക്യാച്ചിൽ ടെമ്പ് മൾട്ടിത്രെഡ് കംപ്രസേഴ്സ് ഗെയിം ടെസ്റ്റ് ബണ്ടിൽസ് അതിൽ എന്നിട്ട് എഫക്ട്സ് എന്നുണ്ടാവും. അതിൽ കോപ്പി ചെയ്ത് കൊടുത്തേക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തേക്കാം. എന്നിട്ട് കോൺഫിഗ് ക്ലിക്ക് ചെയ്യാം. കോൺഫിഗ് ക്ലിക്ക് ചെയ്ത് എഫക്ട്സ് എടുത്തിട്ട് കോൺഫിഗ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഫസ്റ്റത്തെ അല്ലാത്ത ലാസ്റ്റത്ത് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തേക്കാം. ലാഗ് ഫിക്സ് ഉള്ളത് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തേക്കാം. എന്നിട്ട് ഫസ്റ്റത്ത് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയുള്ള സെറ്റപ്പും കാര്യങ്ങളും. പിന്നെ നിങ്ങൾക്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകൊണ്ട് ട്രെയിനിങ് ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ അത്ഭുതകരമായ ഗെയിം പ്ലേയുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുപിടിക്കുക.